എവരിവൺ, വെൽക്കം ബാക്ക് ടു മീറ്റ് യു ആട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ കാണുന്ന ക്യൂട്ട് ആയിട്ടുള്ള ടുലിപ്പ് കോസ്റ്റർ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ കോസ്റ്റർ സീരീസിന്റെ മൂന്നാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇതിന് മുമ്പ് ഉണ്ടാക്കിയ ഹാർട്ടിന്റെയും DC ഫ്ലവറിന്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ടുലിപ്പ് കോസ്റ്റർ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. ഞാനിവിടെ ടുലിപ്പ് കോസ്റ്റർ ഉണ്ടാക്കാനായിട്ട് ഗംഗയുടെ 100% കോട്ടൺ ആണ് യൂസ് ചെയ്യുന്നത്. വൈറ്റിൻ്റെയും റോസിൻ്റെയും സൈസ് വരുന്നത് 3 ആണ്. ബട്ട് ഗ്രീനിൻ്റെ സൈസ് 2 ആണ്. എനിക്ക് 3 സൈസ് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ 2 എടുത്തിട്ടോ. സൈസ് മാറ്റർ അല്ല, നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ കയ്യിലുള്ളത് ഞാൻ യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഹുക്ക് പറയുന്നത് റോസിനും വൈറ്റിനും വേണ്ടി 4.5 mm ഹുക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഗ്രീനിന് വേണ്ടി 2.5 mm ക്രോഷേ ഹുക്കും. ഇത് കൂടാതെ നമുക്ക് കട്ടറും യാൺ നീഡിലും ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് ഈ വർക്ക് ചെയ്യാനായിട്ട് വേണ്ടത്. അപ്പോൾ കോസ്റ്റർ ഉണ്ടാക്കാൻ വേണ്ടി ഫസ്റ്റ് നമ്മൾ മാജിക് റിങ് ചെയ്യണം. അതിന് വേണ്ടി നമ്മൾ 2 വിരലെടുക്കുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ക്രോസ് പോലെ ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ക്രോസ് വരുന്ന ഭാഗത്ത് തമ്പ് കൊണ്ടൊന്ന് പ്രസ് ചെയ്തിട്ട് നമ്മൾ വിരലിൽ നിന്ന് എടുക്കുക. അപ്പോൾ നമുക്ക് ചെറിയൊരു സർക്കിൾ കിട്ടും. എന്നിട്ട് നമ്മൾ ഈ സർക്കിളിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് വർക്കിംഗ് വലിച്ചെടുക്കണം. എന്നിട്ട് നമ്മുടെ മാജിക് റിങ് സ്റ്റേബിൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടി നമ്മൾ ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. അതിന് വേണ്ടി നമ്മൾ വർക്കിംഗ് ഹാൻഡിൻ്റെ അടിയിൽ നമ്മൾ ഹുക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ ആ ലൂപ്പില്ലേ, ആ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ വർക്കിംഗ് വലിച്ചെടുക്കണം കേട്ടോ. അതാണ് നമ്മുടെ ചെയിൻ സ്റ്റിച്ച്. ഇതേപോലെ നമുക്ക് ഇനി 2 കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ടോട്ടൽ 3 ചെയിൻ സ്റ്റിച്ച് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ 3 ചെയിൻ സ്റ്റിച്ചിന് നമ്മൾ ഡബിൾ ക്രോഷേ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി നമുക്ക് മാജിക് റിങ്ങിന്റെ ഉള്ളിലോട്ട് 11 ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കണം. ഡബിൾ ക്രോഷേ ചെയ്യാനായിട്ട് നമ്മൾ ഹുക്കിൽ വർക്ക് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ മാജിക് റിങ്ങിന്റെ ഉള്ളിൽ കൂടി നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് വർക്കിംഗ് വലിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ ഹുക്കിക്ക് നോക്കുമ്പോൾ 3 ലൂപ്പ് ഇരിക്കുന്നുണ്ടാവും. ഇതിൽ നമ്മൾ ആദ്യത്തെ 2 ലൂപ്പിൽ കൂടി മാത്രം വർക്കിംഗ് വലിച്ചെടുക്കണം. അത് കഴിഞ്ഞ് വീണ്ടും നോക്കുമ്പോൾ 2 ലൂപ്പ് ഇരിക്കുന്നുണ്ടാവും. എന്നിട്ട് അവസാനമായിട്ട് നമ്മൾ ഈ 2 ലൂപ്പിൽ കൂടിയും വർക്കിംഗ് വലിച്ചെടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡബിൾ ക്രോഷേ. ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. നമ്മൾ ഹുക്കിൽ വർക്ക് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ മാജിക് റിങ്ങിന്റെ ഉള്ളിൽ കൂടി ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് വർക്കിംഗ് വലിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ ഹുക്കിക്ക് നോക്കുമ്പോൾ 3 ലൂപ്പ് ഇരിക്കുന്നുണ്ടാവും. ഇതിൽ നമ്മൾ ആദ്യത്തെ 2 ലൂപ്പിൽ കൂടി മാത്രം വർക്കിംഗ് വലിച്ചെടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും നോക്കുമ്പോൾ 2 ലൂപ്പ് ഇരിക്കുന്നുണ്ടാവും. എന്നിട്ട് അവസാനമായിട്ട് ഈ 2 ലൂപ്പിൽ കൂടി നമ്മൾ വർക്കിംഗ് വലിച്ചെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ഡബിൾ ക്രോഷേസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വേഗം വരാം. അങ്ങനെ ഞാൻ 11 ഡബിൾ ക്രോഷേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ടെയിൽ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കാം. വലിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ മാജിക് റിങ് ചെറുതാവുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഇനി നമുക്കിത് ജോയിൻ ചെയ്യിപ്പിക്കണം. അതിന് വേണ്ടി സ്ലിപ്പ് സ്റ്റിച്ച് ആണ് യൂസ് ചെയ്യുന്നത്. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ചെയ്ത ഡബിൾ ക്രോഷേ ഇല്ലേ, അതിനുള്ളിലേക്ക് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ വർക്കിംഗ് വലിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ ഹുക്കിക്ക് നോക്കുമ്പോൾ 2 ലൂപ്പ് ഇരിക്കുന്നുണ്ടാവും. ഇതിൽ നമ്മൾ ആദ്യത്തെ ലൂപ്പ് നമ്മുടെ 2ാമത്തെ ലൂപ്പിന്റെ ഉള്ളിൽ കൂടി കൊണ്ടുവരണം കേട്ടോ. ഇതാണ് നമ്മുടെ സ്ലിപ്പ് സ്റ്റിച്ച്. ഇത് കഴിഞ്ഞ് നമ്മൾ മാജിക് റിങ് ക്ലോസ് ചെയ്ത് കൊടുക്കണം. നല്ലപോലെ മാജിക് റിങ് ക്ലോസ് ചെയ്യാൻ നോക്കിക്കോളൂ. കാരണം നമുക്ക് അവിടെ ഹോൾ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഇതേപോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടണം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ 2ാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടി നമ്മൾ ആദ്യം 3 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ ഒരു ഇൻക്രീസ് ചെയ്ത് കൊടുക്കണം. അതായത് നമ്മൾ സെയിം സ്റ്റിച്ച് തന്നെ 2 ഡബിൾ ക്രോഷേ നമ്മൾ ചെയ്ത് കൊടുക്കണം. ഡബിൾ ക്രോഷേ ചെയ്യാനായിട്ട് നമ്മൾ ഹുക്കിൽ വർക്കിംഗ് ചുറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ സ്റ്റിച്ചിനുള്ളിൽ ഇൻസേർട്ട് ചെയ്തിട്ട് വർക്കിംഗ് വലിച്ചെടുക്കണം. അതിൽ നമ്മൾ ഹുക്കിക്ക് നോക്കുമ്പോൾ 3 ലൂപ്പ് ഇരിക്കുന്നുണ്ടാവും. ഇതിൽ നമ്മൾ ആദ്യത്തെ 2 ലൂപ്പിൽ കൂടി മാത്രം വർക്കിംഗ് വലിച്ചെടുക്കണം. അതെങ്കിൽ വീണ്ടും നോക്കുമ്പോൾ 2 ലൂപ്പ് ഇരിക്കുന്നുണ്ടാവും. എന്നിട്ട് അവസാനമായിട്ട് ഈ 2 ലൂപ്പിൽ കൂടി നമ്മൾ വർക്കിംഗ് വലിച്ചെടുക്കണം. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള എല്ലാ സ്റ്റിച്ചിലും നമ്മൾ ഒരു ഇൻക്രീസ് ചെയ്ത് കൊടുക്കും. അതായത് നമ്മൾ 2 ഡബിൾ ക്രോഷേ വെച്ച് ചെയ്ത് കൊടുക്കും. നമ്മുടെ പാറ്റേൺ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഓരോ സ്റ്റിച്ചിലും നമ്മൾ 2 ഡബിൾ ക്രോഷേ വെച്ച് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഞാൻ ബാക്കിയുള്ള സ്റ്റിച്ചസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വേഗം വരാം. അങ്ങനെ ഞാൻ ബാക്കിയുള്ള സ്റ്റിച്ചസ് ഒക്കെ ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് നമ്മൾ ചെയിൻ 3 ചെയ്തില്ലേ, ആ സ്റ്റിച്ചിൽ നമുക്കൊരു ഡബിൾ ക്രോഷയും കൂടി ചെയ്ത് കൊടുക്കണം കേട്ടോ. അതും കൂടി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ടോട്ടൽ 24 ഡബിൾ ക്രോഷേസ് ആയിരിക്കും കിട്ടുക. ഇനി നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. അതിന് വേണ്ടി നമ്മൾ ആദ്യം ചെയ്ത ഡബിൾ ക്രോഷേ ഇല്ലേ, അതിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് വർക്കിംഗ് വലിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ ഹുക്കിക്ക് നോക്കുമ്പോൾ 2 ലൂപ്പ് ഇരിക്കുന്നുണ്ടാവും. എന്നിട്ട് നമ്മൾ ആദ്യത്തെ ലൂപ്പ് നമ്മുടെ 2ാമത്തെ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടി വലിച്ചെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ റൗണ്ട് 2 ഇവിടെ ഫിനിഷ് ചെയ്യും. നമുക്കിനി റൗണ്ട് 3 ചെയ്യാം. റൗണ്ട് 3 ചെയ്യാനായിട്ട് നമ്മൾ വീണ്ടും 3 ചെയിൻ സ്റ്റിച്ച് നമ്മൾ ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ തൊട്ടടുത്ത സ്റ്റിച്ചിൽ നമ്മൾ ഒരു ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ അതിന്റെ തൊട്ടടുത്ത സ്റ്റിച്ചിൽ നമ്മൾ ഒരു ഇൻക്രീസ് ചെയ്ത് കൊടുക്കണം. അതായത് നമ്മൾ 2 ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കണം. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം പാറ്റേൺ മനസ്സിലായില്ലേ. അതായത് നമ്മൾ അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ ചെയിൻ 3 കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ ഒരു ഡബിൾ ക്രോഷേ ചെയ്യും. അത് കഴിഞ്ഞ് തൊട്ടടുത്ത സ്റ്റിച്ചിൽ നമ്മൾ 2 ഡബിൾ ക്രോഷേ ചെയ്യും. അപ്പോൾ 1 2 1 2 എന്ന ഫോർമാറ്റ് ആണ് വരുന്നത്. അപ്പോൾ ഇതേപോലെ ഞാൻ ബാക്കിയുള്ള സ്റ്റിച്ചസും ചെയ്ത് കഴിഞ്ഞിട്ട് വേഗം വരാം. അപ്പോൾ ഞാൻ ബാക്കിയുള്ള സ്റ്റിച്ചസ് ഒക്കെ അവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് നമ്മൾ ചെയിൻ 3 ചെയ്തില്ലേ, അവിടെ നമ്മൾ ഒരു ഡബിൾ ക്രോഷയും കൂടി ചെയ്ത് കൊടുക്കണം. അതും കൂടി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ടോട്ടൽ 36 ഡബിൾ ക്രോഷേ ആയിക്കോട്ടോ കിട്ടുക. ഇനി നമുക്ക് അടുത്തത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ കഴിഞ്ഞ റൗണ്ടുകളിലൊക്കെ എങ്ങനെയാണ് ചെയ്ത് അതേപോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മുടെ റൗണ്ട് 3 ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി റൗണ്ട് 4ലേക്ക് പോവാം. റൗണ്ട് 4 നമ്മൾ വീണ്ടും 3 ചെയിൻ സ്റ്റിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ തൊട്ടടുത്ത സ്റ്റിച്ചിന് നമ്മൾ ഒരു ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കും. അല്ലെങ്കിൽ വീണ്ടും നമ്മൾ തൊട്ടടുത്ത സ്റ്റിച്ചിന് നമ്മൾ വീണ്ടും ഒരു ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കും. എന്നിട്ട് നമ്മുടെ 3ാമത്തെ സ്റ്റിച്ചിൽ നമ്മൾ ഒരു ഇൻക്രീസ്, അതായത് 2 ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കും. അപ്പൊ നിങ്ങൾക്ക് ഈ റൗണ്ടിലെ പാറ്റേൺ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾ ഒരു ഡബിൾ ക്രോഷേ ചെയ്യും. അത് നമ്മൾ തൊട്ടപ്പുറത്തെ സ്റ്റിച്ചിൽ നമ്മൾ വീണ്ടും ഒരു ഡബിൾ ക്രോഷേ ചെയ്യും. അത് നമ്മൾ അവസാനത്തെ 3ാമത്തെ സ്റ്റിച്ചിൽ നമ്മൾ ഒരു ഇൻക്രീസ് ചെയ്യും. അതായത് 2 ഡബിൾ ക്രോഷേ വെച്ച് ചെയ്യും.
1 1 2 എന്ന പാറ്റേണാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള സ്റ്റിച്ചസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വേഗം വരാം. അങ്ങനെ ഞാൻ ബാക്കിയുള്ള സ്റ്റിച്ചസ് ഒക്കെ ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമ്മൾ ചെയിൻ 3 ചെയ്തില്ലേ, അവിടെ നമ്മളൊരു ഡബിൾ ക്രോഷയും കൂടി ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമുക്ക് ഈ റൗണ്ടിൽ ടോട്ടൽ 47 ഡബിൾ ക്രോഷ ആയിക്കോട്ടോ കിട്ടുക. ഇനി നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. അതിൻ്റെ വേണ്ടി നമ്മുടെ ആദ്യത്തെ ഡബിൾ ക്രോഷ ഇല്ലേ, അതിനുള്ളിൽ നമ്മൾ ഹുക്ക് ഇട്ടിട്ട് വർക്കിംഗ് വലിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ ഹുക്കിക്ക് നോക്കുമ്പോൾ 2 ലൂപ്പ് ഉണ്ടാവും. ഇനി നമ്മുടെ ആദ്യത്തെ ലൂപ്പ് നമ്മുടെ 8ാമത്തെ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടി വലിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ ചെയിൻ 1 ചെയ്തിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മുടെ വൈറ്റ് പോർഷൻ ഉണ്ടാവുക. ഇനി നമുക്ക് ഗ്രീൻ ആണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിനുവേണ്ടി നമ്മൾ ഗ്രീൻ ആണ് എടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു സ്ലിപ്പ് നോട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഹുക്ക് എടുക്കുക. എന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഡബിൾ ക്രോഷി സ്റ്റിച്ചിനുള്ളിലേക്ക് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ ഹുക്കിന്റെ അപ്പുറത്തെ വശത്ത് നമ്മൾ ആ സ്ലിപ്പ് നോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. വീഡിയോയിൽ കാണുന്നില്ലേ, അതേപോലെ നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ ആ സ്റ്റിച്ചിനുള്ളിൽ കൂടി നമ്മൾ സ്ലിപ്പ് നോട്ട് എടുക്കണം. എന്നിട്ട് നമുക്ക് ആ വൈറ്റ് ഭാഗത്തേക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ വീണ്ടും ഒരു 3 ചെയിൻ സ്റ്റിച്ചും കൂടി ചെയ്ത് കൊടുക്കുക. ഇതിൽ 3 ചെയിൻ സ്റ്റിച്ച്, ഒരു ഡബിൾ ക്രോഷയും ഒരു ചെയിൻ നമ്മൾ എക്സ്ട്രാ ഇടുന്നതാണ് കേട്ടോ. സ്റ്റിച്ചസ് ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ ഗ്രീനിന്റെയും വൈറ്റിന്റെയും ടെയിൽ ഉണ്ടല്ലോ, യാൺ ടെയിൽ ഉണ്ടല്ലോ, അത് നിങ്ങൾ ഹൈഡ് ചെയ്യാനായിട്ട് നോക്കിക്കോളൂ. അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതും കൂടെ ഒരുമിച്ച് നമ്മൾ ഹൈഡ് ചെയ്തുകൊണ്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നോക്കിക്കോളൂ. ഇനി നമ്മൾ ചെയിൻ 4 ചെയ്ത അതേ സെയിം സ്റ്റിച്ചിൽ തന്നെ നമ്മൾ ഒരു ഡബിൾ ക്രോഷയും കൂടി ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് നിങ്ങൾ 2 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ താഴെ 2 സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ അടുത്ത 3ാമത്തെ സ്റ്റിച്ചിൽ നമ്മൾ ഒരു ഡബിൾ ക്രോഷ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ആ സെയിം സ്റ്റിച്ചിൽ തന്നെ നമ്മൾ വീണ്ടും ഒരു ഡബിൾ ക്രോഷയും കൂടി ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് പാറ്റേൺ ഏകദേശം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഒരു ഡബിൾ ക്രോഷ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് വീണ്ടും അതേ സെയിം സ്റ്റിച്ചിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ ചെയ്യുക. എന്നിട്ട് 2 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് താഴെ 2 സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് 3ാമത്തെ സ്റ്റിച്ചിൽ വീണ്ടും ഒരു ഡബിൾ ക്രോഷ ചെയ്യുക. എന്നിട്ട് ഇതേ പാറ്റേൺ കണ്ടിന്യൂ ചെയ്യുക. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ച് കാണും, എൻ്റെ ഗ്രീൻ ആണിൻ്റെ സൈസ് ഒന്ന് കൂടിയിട്ടുണ്ടല്ലേ. ഞാൻ 2 ആണ് ആദ്യം കാണിച്ചു തന്നത്. ബട്ട് ആ 2ൽ എനിക്ക് ചെയ്യാൻ ഒട്ടും പറ്റിയില്ല. അപ്പം ഞാൻ തപ്പി പിടിച്ച അവസാനമാണ് ഈ ആണ് എനിക്ക് കിട്ടിയത്. ഇതിൻ്റെ സൈസ് വരുന്നത് 4 ആണ് കേട്ടോ. അപ്പം ഞാൻ ബാക്കിയുള്ള സ്റ്റിച്ചസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വേഗം വരാം. അങ്ങനെ ഞാൻ ലേസ് മൊത്തം ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവസാനം ഫൈനൽ ലുക്ക് ഇങ്ങനെ ആയിരിക്കും കേട്ടോ കിട്ടുക. ഇനി നമുക്കിത് ജോയിൻ ചെയ്യിപ്പിക്കണം. അതിനുവേണ്ടി നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്ത ചെയിൻ 3 ഇല്ലേ, അതിൻ്റെ ഉള്ളിൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. ഞാൻ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഫ്ലവർ സെറ്റ് ആക്കണം. അതിനുവേണ്ടി നമ്മൾ ഗ്രീൻ ആണ് എങ്ങനെയാണോ അറ്റാച്ച് ചെയ്തത് അതേപോലെ നമ്മൾ ഈ പിങ്ക് ആണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ബട്ട് ഇവിടെ ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഇവിടെ നമ്മൾ ഈ 2 ഡബിൾ ക്രോഷ ചെയ്തതിന് ഇടയിൽ ഒരു സ്പേസ് ഇല്ലേ, അതായത് വി പോലെ തോന്നുന്ന ഷേപ്പ്, അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഈ യാൺ അറ്റാച്ച് ചെയ്യേണ്ടത്. ഇവിടെയും നമ്മൾ യാൺ ടൈൽസ് നമ്മൾ വർക്ക് ചെയ്യുന്നതിനൊപ്പം തന്നെ ഹൈഡ് ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. എന്നിട്ട് നമ്മൾ 3 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സെയിം ആ വി ഷേപ്പിനുള്ളിൽ തന്നെ നമ്മൾ 4 ഡബിൾ ക്രോഷ ചെയ്ത് കൊടുക്കണം. ഇവിടെ നമ്മൾ ചെയ്യാൻ പോണ സ്റ്റിച്ചിന്റെ പേരാണ് പോപ്കോൺ സ്റ്റിച്ച് കേട്ടോ. ഇത് ഞാനും ആദ്യമായിട്ടാണ് ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ആദ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത്തിരി ഇഷ്യൂസ് ഒക്കെ തോന്നും. ബട്ട് നിങ്ങൾ പേടിക്കേണ്ട, കുറച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ. അങ്ങനെ നമ്മുടെ അവസാനത്തെ ഡബിൾ ക്രോഷ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ലൂപ്പ് ഇത്തിരി ഒന്ന് നീട്ടി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്ത ഡബിൾ ക്രോഷയുടെ ഉള്ളിൽ കൂടി നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ ആ ചെറിയ ലൂപ്പ് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ കൂടി ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ ആദ്യം ചെയ്ത ഡബിൾ ക്രോഷയുടെ ഉള്ളിൽ കൂടി വലിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ 3 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾ സെയിം ആ സ്റ്റിച്ചിൽ തന്നെ നമ്മൾ ഒരു സിംഗിൾ ക്രോഷ ചെയ്ത് കൊടുത്തിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മുടെ പോപ്കോൺ സ്റ്റിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ആദ്യത്തെ ടുലിപ്പ്. എന്നിട്ട് നമ്മൾ 2 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾ തൊട്ടപ്പുറത്തെ വി സ്റ്റിച്ചിൽ, അതായത് നമ്മൾ തൊട്ടപ്പുറത്തെ ഡബിൾ ക്രോഷയുടെ സ്പേസിനുള്ളിൽ നമ്മൾ ഒരു സിംഗിൾ ക്രോഷ യൂസ് ചെയ്തിട്ട് ആ യാൺ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ എന്താണോ ചെയ്തത് അത് തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇനി വീണ്ടും ഒരു 3 ചെയിൻ സ്റ്റിച്ച് ചെയ്യും. എന്നിട്ട് സെയിം ആ സ്പേസിനുള്ളിൽ തന്നെ നമ്മൾ വീണ്ടും ഒരു 4 ഡബിൾ ക്രോഷ ചെയ്ത് കൊടുക്കും. അപ്പം ഞാൻ അത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും വരാം. എന്നിട്ട് നിങ്ങൾക്ക് ഒരു വട്ടം കൂടി കാണിച്ചു തരാം. അപ്പം ഞാൻ 4 ഡബിൾ ക്രോഷ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റത്തെ ഡബിൾ ക്രോഷയുടെ ഉള്ളിൽ കൂടി ഹുക്ക് ഇട്ടിട്ട് നമ്മൾ വീണ്ടും അതിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ വലിച്ചെടുക്കണം. എന്നിട്ട് 3 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് താഴെ നമ്മൾ സിംഗിൾ ക്രോഷ യൂസ് ചെയ്തിട്ട് അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അഗെയിൻ വീണ്ടും 2 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾ തൊട്ടപ്പുറത്തെ വി സ്റ്റിച്ചിൽ നമ്മളൊരു സിംഗിൾ ക്രോഷ യൂസ് ചെയ്തിട്ട് അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ പാറ്റേൺ വരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ഫ്ലവേഴ്സും ചെയ്ത് കഴിഞ്ഞിട്ട് വേഗം വരാം കേട്ടോ. ഇനി നമുക്കിത് അറ്റാച്ച് ചെയ്യാനായിട്ട് നമ്മൾ 2 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ 2 ഡബിൾ ക്രോഷ ചെയ്തതിൻ്റെ സ്പേസ് ഉണ്ടല്ലോ ഫസ്റ്റ് ചെയ്തത്, അതിനുള്ളിൽ കൂടി നമ്മളൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു ചെയിൻ സ്റ്റിച്ചും കൂടി ചെയ്തിട്ട് നമുക്ക് ഞാൻ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് അവസാനമായിട്ട് നമ്മുടെ ബാക്കി നിൽക്കുന്ന യാണൊക്കെ ഹൈഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ടുലിപ്പ് കോസ്റ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആണ് കേട്ടോ ഇതൊക്കെ ചെയ്യാനായിട്ട്. നമുക്ക് ജസ്റ്റ് ഉണ്ടാക്കുന്ന രീതി ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഏതൊരു ബിഗിനറിനും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എൻ്റെ ടുലിപ്പ് കോസ്റ്റർ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഇതേപോലത്തെ ക്രോഷ വീഡിയോസിന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ വീണ്ടും വരാം. അതുവരെ ബൈ.